ശ്രീ ബാറ്റൻ ബോസിന്റെ പോർട്ടർ. അധ്യായം 1. വിജയൻ അലക്കിത്തേച്ച പാൻസ് ധരിച്ചു, ഷർട്ടിട്ടു, പോളിഷ് ചെയ്ത ഷൂസുകളിട്ടു. വെട്ടുകല്ലുകൊണ്ട് പണിത തേച്ചിട്ടില്ലാത്ത ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കിയിരുന്ന കണ്ണാടിയിൽ മുഖം നോക്കി തല ചീകി. കണ്ണാടിക്ക് കുറച്ചുകൂടി വലിപ്പം വേണമെന്ന് അയാൾക്ക് തോന്നി. മതി മതി, അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ തന്നെ. കമന്റും തുടർന്ന് പെൺകുട്ടികളുടെ പൊട്ടിച്ചിരിയും കേട്ട് വിജയൻ തിരിഞ്ഞു നോക്കി. സതിയും സരസ്വതിയുമാണ്. യൗവനത്തിലേക്ക് കടന്ന ആ ഇരട്ട സുന്ദരികൾ വിജയന്റെ അയൽക്കാരാണ്. അവരുടെ ജനനത്തോടെ അമ്മ മരിച്ചു. അച്ഛൻ സിമന്റ് ഫാക്ടറിയിൽ ജോലിക്കാരനായിരുന്നു. പെൻഷൻ പറ്റിയപ്പോൾ രോഗിയായി. മദ്യപാനവും നഗരം ചുറ്റലുമാണ് ഇപ്പോഴത്തെ തൊഴിൽ. ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. അവരുടെ ചേട്ടൻ കാളിദാസൻ ലോണെടുത്ത് ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കുകയാണ്. കുടുംബം നടത്തുന്നത് അയാളാണ്. ഹാഫ് സാരിയാണ് ഇരുവരും ധരിച്ചിരുന്നത്. ക്ഷേത്രത്തിൽ പോയി വരികയാണെന്ന് വിജയന് മനസ്സിലായി. വിജയേട്ടന് ഇത്തവണ ജോലി കിട്ടും, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സതി പറഞ്ഞു. സരസ്വതിയേക്കാൾ 5 മിനിറ്റ് മൂത്തതാണവൾ. MBA-കാരൻ ഓഫീസറായി കഴിയുമ്പോൾ ഈ പാവങ്ങളെയൊന്നും മറക്കരുത് കേട്ടോ, സരസ്വതിയുടെ കമന്റ്. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അമ്മയുടെ ശബ്ദം കേട്ടു. വിജയ. അമ്മ അകത്തേക്ക് വന്നു. അമ്മയും രാവിലെ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നു. കയ്യിലിരുന്ന പാത്രത്തിൽ നിന്ന് ചന്ദനമെടുത്ത് ശ്രീദേവി അയാളുടെ നെറ്റിയിൽ ചാർത്തി. ഇതെന്തൊക്കെയാണെന്റെ ശ്രീദേവിക്കുട്ടി? അയാൾ ചോദിച്ചു. ദേവിയുടെ പ്രസാദ. ഇത്തവണ എൻ്റെ മോനെ ദേവി കൈവിടൂല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും എന്നും അമ്മ ഇതുതന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇതെത്രാമത്തെ തവണയാണെന്ന് ഓർമ്മയുണ്ടോ? വിജയൻ ചോദിച്ചു. ശ്രീദേവി ചിരിച്ചു. മെലിഞ്ഞിട്ടാണെങ്കിലും മുഖത്തൊരു പ്രകാശമുണ്ട് ശ്രീദേവിക്ക്. തലമുടി അവിടെ നരച്ചിരിക്കുന്നു. എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ട് മോനെ. മോൻ വലിയവനാകണം. നീ ഈ വണ്ടിത്താവളത്തിൽ വാടകക്കുടലിൽ താമസിക്കാൻ വേണ്ടിയല്ല ഞാൻ പഠിപ്പിച്ചത്. എന്നെ പഠിപ്പിച്ചതാണമ്മേ തെറ്റ്. അതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന വീട് കൂടി നഷ്ടപ്പെട്ടില്ലേ? വെളിയിൽ നിന്ന് ഓട്ടോറിക്ഷയുടെ ഹോൺ കേട്ടു. കാളിദാസൻ കാത്ത് വിഷമിച്ചു കാണും. മോൻ വേഗം ചെല്ല്, ശ്രീദേവി പറഞ്ഞു. അയാൾ സർട്ടിഫിക്കറ്റ് വെച്ച ഫയലെടുത്തു. എന്തെങ്കിലും മറന്നോന്ന് നോക്കിക്കേ വിജയേട്ട, സതി അഭിപ്രായപ്പെട്ടു. ഇല്ല സതി. മോനെ, ഇന്റർവ്യൂവിന് നന്നായി പെർഫോം ചെയ്യണം. ചെയ്യാമെന്റെ ശ്രീദേവി കുട്ടി. അയാൾ ചിരിച്ചു. ജോലി കിട്ടാൻ കഴിവ് മാത്രം പോരാ, ഭാഗ്യവും വേണം. ഇത്തവണ എൻ്റെ കുഞ്ഞിന് ഭാഗ്യം കൂടെയുണ്ട്. ശ്രീദേവി അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. അപ്പോഴവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. കൺതടങ്ങളിൽ എന്തോ കുഴിച്ചുമൂടിയ വേദനയുടെ നിഴൽ. വിജയൻ 2 മുറികളുള്ള ആ ചെറിയ വീടിന് വെളിയിൽ വന്നു. വിജയ, ചക്കരമുത്തിനെ ഇനിയും കാത്തു നിർത്തിയാൽ അവൾക്ക് ദേഷ്യം വരും, ഓട്ടോറിക്ഷയുടെ അടുത്തു നിന്ന കാളിദാസൻ പറഞ്ഞു. ഓട്ടോയുടെ പേരാണ് ചക്കരമുത്ത്. ചക്കരമുത്ത് പിണങ്ങണ്ട, നമുക്ക് പോകാം കാളിദാസ. വിജയൻ ഓട്ടോയുടെ അടുത്തേക്ക് വന്നു. കൂടെ ശ്രീദേവിയും സതിയും സരസ്വതിയും. അടുത്ത വീടുകളിൽ നിന്നൊക്കെ സ്ത്രീകളും ചില പുരുഷന്മാരും മുറ്റത്തേക്കിറങ്ങി അവരെ നോക്കുന്നുണ്ടായിരുന്നു. നിറയെ കുടിലുകളും ചെറിയ വീടുകളും ഉള്ള ഒരു കോളനിയാണ് വണ്ടിത്താവളം. പണ്ട് കാളവണ്ടികൾ ചരക്കുകളായി വന്ന് രാത്രിയിൽ തങ്ങിയിരുന്നത് അവിടെയാണ്. അന്നുണ്ടായ പേരാണ് വണ്ടിത്താവളം. പിന്നെ കാളച്ചന്തയായി. ഇപ്പോൾ പാട്ടയും കടലാസും പെറുക്കുന്ന ആക്രി കച്ചവടക്കാർ മുതൽ ചെറുകിട സ്പെയർ പാർട്സ് കച്ചവടക്കാർ വരെ അവിടെയുണ്ട്. പട്ടിയും പൂച്ചയും കോഴിയും പാൽക്കാരുടെ എരുമകളും അനുസരണയില്ലാത്ത കുട്ടികളും കൊണ്ട് സജീവമാണിവിടം. കാക്കി യൂണിഫോം ധരിച്ച കാളിദാസൻ കഴുത്തിലൊരു ഉറുമാൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു. വിജയന് ജോലി കിട്ടുന്നത് ഇന്ന് വൈകിട്ട് നമ്മൾ ആഘോഷിക്കും. ഈ കോളനി അടിപൊളിയാക്കും. ചിലവെല്ലാം കാളിദാസന്റെ വക. അയാളുടെ സന്തോഷം കണ്ട് ശ്രീദേവി ചിരിച്ചുപോയി. ജോലി കിട്ടിയെന്ന് നീ ഇപ്പോഴേ തീരുമാനിച്ചോ? വിജയൻ ചോദിച്ചു. ഇന്റർവ്യൂവിന് വേറെയും മിടുക്കന്മാരുണ്ട്. മാതാ കാറ്റിൽ ഫീൽഡ്സിൽ വിജയനേക്കാൾ മിടുക്കനായ ആരും വരില്ല. വന്നാലവനെ വന്ന വഴി പറപ്പിക്കാൻ ഒരു വഴിയുണ്ട്. എന്താത്? വിജയൻ കേറ്. കാളിദാസൻ ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്ന് ലിവർ വലിച്ച് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരെയും നോക്കിയിട്ട് വിജയൻ പിന്നിൽ കയറി. സതിയും സരസ്വതിയും അടുത്ത വീട്ടുമുറ്റങ്ങളിൽ നിന്ന ചിലരും കൈവീശി. വണ്ടിത്താവളത്തിലൊരു വലിയ ഉദ്യോഗസ്ഥനുണ്ടാകുന്നത് അവർക്ക് അഭിമാനമായിരുന്നു. ഒരു ബീഡി കടിച്ചു പിടിച്ചുകൊണ്ട് സഖാവ് രാഘവൻ അവിടേക്ക് വന്നു. രാഘവേട്ട, ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, വിജയൻ പറഞ്ഞു. പോയി വാ വിജയ. ബുർഷ്വാസിയുടെ പണിയാണെങ്കിലും കളയണ്ട. ലാൽ സലാം. രാഘവേട്ടൻ കൈയുയർത്തി അഭിവാദ്യം ചെയ്തു. ഓട്ടോ പാഞ്ഞുപോയി. എന്റെ ദേവി. ശ്രീദേവി കണ്ണടച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു. സതിയും സരസ്വതിയും ഓട്ടോ പോകുന്നത് നോക്കി നിന്നു. ഗണപതി കോവിലിന് മുന്നിൽ ഓട്ടോ നിന്നു. എന്താ ദാസ, വിജയനിങ്ങിറങ്ങിക്കേ. അയാൾ ഇറങ്ങിയപ്പോൾ കാളിദാസൻ തേങ്ങ വിൽപ്പനക്കാരനോട് 2 തേങ്ങ വാങ്ങി വിജയന്റെ കയ്യിൽ കൊടുത്തു. ഫയല് ഞാൻ പിടിക്കാം. ഗണപതിയെ ധ്യാനിച്ച് തേങ്ങയടിച്ച് വാ.
സകല വിഘ്നങ്ങളും തീരും. വിജയൻ അയാളെ നോക്കി. ഇന്റർവ്യൂവിന് വരുന്ന എല്ലാ ശത്രുക്കളെയും ഒതുക്കാനുള്ള ഒറ്റമൂലിയാണത്, ദാസൻ പറഞ്ഞു. വിജയൻ ഷൂസ് അഴിച്ചിട്ട് അകത്തേക്ക് ചെന്നു. നാളികേരങ്ങൾ കല്ലിൽ ചിതറി ഉടഞ്ഞു. അയാൾ തിരിച്ചു വന്നപ്പോൾ കാളിദാസൻ പറഞ്ഞു, ഇനിയൊന്നും ഭയപ്പെടേണ്ട. നഗരമധ്യത്തിലായിരുന്നു മാതാ കാറ്റിൽ ഫീഡിന്റെ ഓഫീസ്. ഒരു വശത്ത് മാർക്കറ്റ് റോഡാണ്. അവിടെയാണ് മാതാ കാറ്റിൽ ഫീഡിന്റെ കൂറ്റൻ ഓഫീസുകൾ. എപ്പോഴും ലോഡിംഗ് നടക്കുന്ന സ്ഥലം. 10 മണിയായി. 10ഓളം പേർ 3-ാം നിലയിലെ ഓഫീസ് വരാന്തയിൽ ഇന്റർവ്യൂവിന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിജയൻ കാർഡ് അറ്റൻഡറെ ഏൽപ്പിച്ചു. അറ്റൻഡർ അതുമായി ഡയറക്ടറുടെ മുറിയിലേക്ക് പോയി. വിജയൻ എല്ലാവരെയും നോക്കി. ഉത്കണ്ഠ എല്ലാവരുടെ മുഖത്തുണ്ട്. ഒരു ജോലി, എന്തെന്തു സ്വപ്നങ്ങൾ. ഒരു ജീവിതം പച്ചപിടിക്കുന്നത് ഇവിടെയായിരിക്കും. ഇലകളില്ലാത്ത മരത്തിൽ പെട്ടെന്ന് തളിരുകൾ വളരുന്നത് പോലെയാണത്. അറ്റൻഡർ തിരിച്ചു വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഡയറക്ടർമാരും ബോർഡംഗങ്ങളുമൊക്കെ എത്തിയോ? എല്ലാവരുമുണ്ട്. 10:30 തന്നെ തുടങ്ങും, അറ്റൻഡർ പറഞ്ഞു. എല്ലാവരും തയ്യാറായി. മുഖങ്ങളിൽ ഉത്കണ്ഠ കൂടി. വിജയൻ ഒരു കസേരയിൽ ഇരുന്നു. കണിക്കൊന്നപ്പൂവിന്റെ നിറമുള്ള സാരി ധരിച്ച ഒരു യുവതി സ്റ്റെപ്പ് കയറി വന്നു. അവളൊരു ഫയൽ മാറോടടക്കി പിടിച്ചിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ അവൾ വിജയനെ കടന്ന് വാതിലിന് നേരെ ചെന്നു. അറ്റൻഡർ വാതിൽ തുറന്നു കൊടുത്തു. എല്ലാ കണ്ണുകളും അവളിലായിരുന്നു. അവൾ അകത്ത് കയറിയപ്പോൾ വാതിലടഞ്ഞു. ചേട്ടാ, അതാരാ? ക്ലാർക്കാണോ? ഒരുവൻ ജിജ്ഞാസ അടക്കാനാവാതെ ചോദിച്ചു. എന്താ, നോട്ടമുണ്ടോ? അറ്റൻഡർ ചോദിച്ചു. ചോദിച്ച ചെറുപ്പക്കാരൻ ചമ്മി. എന്നാൽ നോക്കണ്ട, അതാണ് ദീപ, കമ്പനിയുടെ പാർട്ണറാണ്. ഈ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ. ഇനി വല്ലതും അറിയണോ? ചെറുപ്പക്കാരൻ വിയർത്തുപോയി. വിജയൻ ഓർത്തു, കോടികൾ വിറ്റുവരവുള്ള ഒരു കമ്പനിയുടെ പാർട്ണറാണ് അവളെന്ന് തോന്നുകയില്ല. 10:30 മുഖം കഴുകി ഒന്ന് ഫ്രഷാകണമെന്ന് കരുതി വിജയൻ എഴുന്നേറ്റു. അറ്റൻഡറോട് തിരക്കിയപ്പോൾ അയാൾ കോറിഡോറിലൂടെ വന്ന് അറ്റത്തെ ബാത്റൂം ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഒരു കമന്റും പാസാക്കി. ഇന്റർവ്യൂവിന് വന്ന എത്ര പേര് ഇവിടെ മൂത്രമൊഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? വിജയൻ അത് ശ്രദ്ധിക്കാതെ അവിടേക്ക് ചെന്നു. അല്പം നടന്നപ്പോൾ പിന്നിലെ സംസാരം അയാൾ കേട്ടു. ആ ഓഫീസ് മുറിയുടെ വാതിൽ മുഴുവനായി അടഞ്ഞിട്ടില്ല. ഡയറക്ടർ എന്ന ബോർഡ് വാതിലിലുണ്ട്. ഫ്രാൻസിസേ, 3 ലക്ഷം എന്ന് പറയുന്നത് ഒരു അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജറുടെ പോസ്റ്റിന് വെറും കോഴിത്തീറ്റയാ. ഇതെത്ര പേർക്ക് വീതിക്കണമെന്നറിയാമോ? വിജയന് ജിജ്ഞാസയായി. അകത്തേക്ക് നോക്കി. സഫാരി ധരിച്ച് സിഗരറ്റ് പുകച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് സംസാരിക്കുന്നത്. സാറിനെ ഞാൻ പ്രത്യേകം കണ്ടുകൊള്ളാം. അത് പറഞ്ഞവനെ കാണാൻ കഴിഞ്ഞില്ല. ശരി, താൻ തന്നെ മാനേജർ. ഗിരിജ മേഡത്തിന്റെ ആളല്ലേ താൻ? ഗിരിജയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഗിരിജ അവിടുത്തെ MLA ആണെന്ന് വിജയൻ ഓർത്തു. ജനലക്ഷങ്ങളുടെ ആവേശമായ യുവരക്തം. താങ്ക് യു സാർ. ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അവൻ വിജയന്റെ മുന്നിലൂടെ തലയുയർത്തി പിടിച്ച് നടന്നുപോയി. വിജയൻ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് ചെന്നു. അപ്പോൾ ആ മുറിയിൽ നിന്ന് അകത്തേക്കുള്ള വാതിൽ അടയുന്നതാണ് കണ്ടത്. വിജയന്റെ രക്തം തിളച്ചു. പണമുള്ളവർ ജോലി വില കൊടുത്തു വാങ്ങി. പാവങ്ങളുടെ മുന്നിൽ ഇന്റർവ്യൂ ഒരു പ്രഹസനം. ഇന്റർവ്യൂ തുടങ്ങി. 5ാമതാണ് വിജയനെ വിളിച്ചത്. അതിന് തൊട്ടുമുമ്പ് ഫ്രാൻസിസ് ഇന്റർവ്യൂ കഴിഞ്ഞ് ജേതാവിനെ പോലെ ഇറങ്ങി വന്നു. ശോഭം നിയന്ത്രിച്ചാണ് വിജയൻ അകത്തേക്ക് ചെന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ഹാളിൽ വലിയ മേശക്കപ്പുറത്തിരിക്കുന്ന 7 പേർ. ഗുഡ് മോർണിംഗ് സേഴ്സ്. വിജയൻ എല്ലാവരെയും നോക്കി. ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഡയറക്ടറെയും ദീപയെയും അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്റർവ്യൂ ബോർഡിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് അവളാണ്, ഏക വനിത. ഗുഡ് മോർണിംഗ്, ടേക്ക് യുവർ സീറ്റ്, ഒരാൾ പറഞ്ഞു. താങ്ക് യു. വിജയൻ അവർക്ക് അഭിമുഖമുള്ള കസേരയിൽ ഇരുന്നു. സഫാരി ധരിച്ചയാൾ കൈ നീട്ടിയപ്പോൾ വിജയൻ സർട്ടിഫിക്കറ്റുകളുള്ള ഫയൽ കൊടുത്തു. അദ്ദേഹം അത് മറിച്ചു നോക്കി. മിസ്റ്റർ വിജയൻ, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. യെസ് സാർ. ഫയൽ മറ്റൊരാൾക്ക് കൈമാറുന്നത് അയാൾ കണ്ടു. തലനരച്ച അയാൾ അത്ഭുതത്തോടെ പേപ്പറുകളിലൂടെ കണ്ണോടിക്കുന്നു. എക്സലന്റ്. അദ്ദേഹം അത് ദീപയുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും ഫയൽ കണ്ടു. ദീപ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് വിജയൻ ഓർത്തു. മിസ്റ്റർ വിജയന് മാതാ കാറ്റിൽ ഫീഡിനെ പറ്റി അഭിപ്രായമെന്താണ്? ഒരാൾ ചോദിച്ചു. പ്രൊഡക്ഷൻ 1-ാം തരമാണ്. പബ്ലിസിറ്റിയും മാർക്കറ്റിംഗും ശരിയല്ല. അത് നിങ്ങൾക്കിങ്ങനെ അറിയാം? തലനരച്ചയാൾ ചോദിച്ചു. കമ്പനി കഴിഞ്ഞ 1 വർഷമായി നഷ്ടത്തിലായതുകൊണ്ട് കടലാസിൽ മാത്രമാണ് കമ്പനി ലാഭം, വിജയൻ പറഞ്ഞു. ഡയറക്ടർ അടികൊണ്ടതുപോലെയായി. താനെന്താ കളിയാക്കുകയാണോ? അദ്ദേഹം ദേഷ്യപ്പെട്ടു. കളിയാക്കുന്നത് നിങ്ങളല്ലേ? ഇപ്പോൾ പോയവന് കൈക്കൂലി വാങ്ങി ജോലി ഉറപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഞങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ പ്രഹസനം നടത്തുന്നത്? യൂ. അദ്ദേഹം ദേഷ്യത്തോടെ ചാടി എണീറ്റു. വിജയനും എഴുന്നേറ്റു. നിങ്ങൾ കച്ചവടം ഉറപ്പിക്കുന്നത് ഞാൻ കണ്ടതാ. ഇതിലാരൊക്കെ വീതം വാങ്ങിച്ചിട്ടുണ്ടെന്ന് മാത്രമേ അറിയാനുള്ളൂ. ദീപ അയാളെയും ഡയറക്ടറെയും നോക്കി. വിജയൻ തുടർന്നു.
കമ്പനി വിറ്റ് തിന്നാനിരിക്കുന്ന തന്നെപ്പോലുള്ള ഡയറക്ടർമാരിയ്ക്കുമ്പോൾ ഏത് സ്ഥാപനവും നഷ്ടത്തിലാകും. മറ്റു രണ്ടുപേർ കൂടി എഴുന്നേറ്റു. ഒരാൾ കയ്യിലിരുന്ന ഫയൽ വിജയന്റെ നേർക്കെറിഞ്ഞുകൊണ്ട് അലറി. ഗെറ്റ് ഔട്ട്! വിജയൻ ഫയൽ പിടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. കാലിത്തീറ്റ തിന്ന് ഇവിടെ ജീവിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. ഈ സ്ഥാപനം നന്നായി നടന്നു കാണണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കായി പറയുകയാ. വിജയൻ തലനരച്ച ആളുടെ അടുത്തുവരെ നടന്നു. കമ്പനിക്ക് വേണ്ടത് ഒരു മാർക്കറ്റിംഗ് ഓറിയന്റ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. 3 ലക്ഷം വാങ്ങി ജോലി കൊടുത്തവനെ കൊണ്ട് നിങ്ങൾക്കെന്ത് ചുക്ക ചെയ്യാൻ കഴിയുന്നത്? ഗെറ്റ് ഔട്ട് ബാസ്റ്റേഡ്! അദ്ദേഹം കൈ ചൂണ്ടി അലറി. വാട്ട് ഡിഡ് യു സേ, ബാസ്റ്റേഡ്? വിജയന്റെ കണ്ണുകൾ കത്തി. അടുത്ത ക്ഷണം ഡയറക്ടറുടെ കരണത്ത് അടി വീണു. അയാൾക്ക് തല കറങ്ങി. കോൾ ദ പോലീസ്! ഒരാൾ വിളിച്ചു പറഞ്ഞു. ദീപ എഴുന്നേറ്റ് അയാളോട് ചോദിച്ചു. എടോ, താനെന്താ കാണിച്ചത്? മനസ്സിലായില്ലേ പെണ്ണുപിള്ളയ്ക്ക്? ചെത്തിമിനിക്കിയ കോലം ചുമന്നുകൊണ്ട് വന്ന് ചെറ്റത്തരം കാണിക്കുന്ന നിന്നെയെല്ലാം പോലുള്ള തേർഡ് റേറ്റ് ഫെലോസിന് എന്നെപ്പോലുള്ള തറ ടിക്കറ്റുകാർ നൽകുന്ന ചുട്ട മറുപടി. ഇംഗ്ലീഷുകാരൻ പിരിച്ചു പറഞ്ഞാൽ ACTION ആക്ഷൻ. എന്താ നിനക്കം വേണോ ഒന്ന്? ദീപ പേടിച്ചരണ്ടു. ടോയ്ലറ്റിൽ പോയിട്ട് വന്നിരേടി ഇരിപ്പിടം നനയാതെ 1000-ന്റെയും 10,000-ന്റെയും ഒക്കെ കുഷൻ സീറ്റ് അടികൊണ്ട ഡയറക്ടർ തിരിച്ചടിക്കാനായി പാഞ്ഞു വന്നു. അധ്യായം 2. അടികൊണ്ട ഡയറക്ടർ ശേഖർ വിജയനെ അടിക്കാനായി മേശയുടെ മറുവശത്തു കൂടി വന്നു. വിജയൻ അയാളെ തടുത്തിട്ട് കഴുത്തിൽ പിടിച്ചു തള്ളി. സിമന്റ് ചാക്ക് പിടിക്കുന്ന പോർട്ടറുടെ കയ്യാ ഇത്. വിജയൻ പറഞ്ഞു. കോൾ ദി പോലീസ്! SP യെ വിളിക്ക്! ഇന്റർവ്യൂ ബോർഡ് അംഗം രോഷത്തോടെ ബെൽ ആഞ്ഞടിച്ചു. ഇവനെ വെറുതെ വിടരുത്. വിളിക്കടോ തന്റെ SP യെ! വിജയൻ അയാളുടെ നേരെ തിരിഞ്ഞു. എന്ത് പുല്ലാ ചെയ്യുന്നതെന്ന് കാണട്ടെ. വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ സോഴ്സ് കൂടി കണ്ടുവച്ചേക്കണം. ഇല്ലെങ്കിൽ എന്നേക്കാൾ മുൻപ് നിങ്ങളകത്താ. അയാളൊന്ന് പതറി. ഐ സേ സ്റ്റോപ്പ് ഇറ്റ്! ദീപ സഹികെട്ട് പറഞ്ഞു. വിജയൻ അവളെ നോക്കി, പിന്നെ മറ്റുള്ളവരെയും. അയാൾ പുറത്തേക്ക് നടക്കുമ്പോൾ അറ്റൻഡർ വാതിൽ തുറന്നു. പുറത്തിറങ്ങിയ വിജയൻ കണ്ടത് ഗമയിൽ നിൽക്കുന്ന ഫ്രാൻസിസിനെയാണ്. മറ്റുള്ളവർ ഉത്കണ്ഠയോടെ വിജയനെ നോക്കി. എന്തിനാടോ ഇങ്ങനെ വായിൽ നോക്കി നിൽക്കുന്നത്? നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്കൊന്നും ഈ നാട്ടിലൊരു ജോലിയും കിട്ടാൻ പോണില്ല. ജീവിക്കണമെങ്കിൽ പോയി പിച്ചെടുക്ക്. വിജയന്റെ അമർഷം പൊട്ടിത്തെറിച്ചു. എന്താ താനീ പറയുന്നത്? ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു. വിജയൻ ഫ്രാൻസിസിന്റെ നേരെ കൈ ചൂണ്ടി. 3 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ഇവനാ ജോലി വാങ്ങിച്ചിരിക്കുകയാ. നമ്മളൊക്കെ പട്ടിയെപ്പോലെ അകത്തുപോയി തിരിച്ചു വരുന്നത് കണ്ട് സന്തോഷിക്കുകയാ അവൻ. കണ്ടില്ലേ നിൽപ്പ്? ഫ്രാൻസിസ് ഒന്ന് ചമ്മി. എല്ലാവരും അയാളെ നോക്കിയപ്പോൾ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അയാളുടെ കൂടെയുണ്ടായിരുന്ന 2 കൂട്ടുകാർക്കും അപമാനം തോന്നി. കൈലാസും രാജൻ ബാബുവുമാണവർ. എടാ, തെമ്മാടിത്തരം പറഞ്ഞാൽ അടിച്ചു നിന്റെ! ഫ്രാൻസിസ് മുന്നോട്ടെടുത്തു. ആരാടാ കൈക്കൂലി കൊടുത്തത്? നിന്റെ അപ്പൻ കൊച്ചുവർക്കി. നീ ഡയറക്ടറുടെ മുറിയിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നിനക്ക് നിഷേധിക്കാമോ? പണം കൊടുത്തില്ലെങ്കിൽ നിനക്ക് ഈ ജോലി വേണ്ടെന്ന് വെക്കാമോ? വിജയൻ ചോദിച്ചു. എനിക്ക് കഴിവുണ്ട്. ഞാൻ ബ്രില്യൻ്റ് ആണെന്ന് കണ്ടതുകൊണ്ടവർ സെലക്ട് ചെയ്തു, ഫ്രാൻസിസ് പറഞ്ഞു. സെലക്ട് ചെയ്തെന്നോ? ഇന്റർവ്യൂ കൂടി കഴിഞ്ഞില്ലല്ലോ? ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു. താൻ പറഞ്ഞതിലെ അബദ്ധമോർത്ത് ഫ്രാൻസിസ് വല്ലാതെയായി. ഇന്റർവ്യൂവിനിരിക്കുന്നത് കണിയാന്മാരല്ലേ? കവടി നിരത്തി നിനക്ക് മാത്രമേ കഴിവുള്ളൂ എന്നറിയാൻ വിജയൻ പരിഹസിച്ചു. മറ്റുള്ളവരെല്ലാം ഫ്രാൻസിസിന് നേരെ തിരിഞ്ഞു. 3 ലക്ഷം കൊടുക്കാൻ പോയിട്ട് ഇതുവരെ പഠിച്ചതിന്റെ കടം വീട്ടാൻ പോലും കഴിയാത്ത സാധാരണക്കാരന്റെ മക്കളാ ഇവരൊക്കെ, വിജയൻ പറഞ്ഞു. പണം കൂടുതലുണ്ടെങ്കിൽ നീയൊരു കമ്പനി തുടങ്ങി ഞങ്ങളിൽ ഒരാൾക്കെങ്കിലും ജോലി താ. അല്ലാതെ ആകെയുള്ളൊരു ചാൻസ് തട്ടിപ്പറിക്കുകയല്ല വേണ്ടത്. ഈ കമ്പനിയെപ്പറ്റി എന്ത് ചുക്ക തനിക്കറിയാവുന്നത്? കാറ്റിൽ ഫീഡിന്റെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് തനിക്കറിയാമോ? ഫ്രാൻസിസിന്റെ കൂട്ടുകാരിലൊരാളായ കൈലാസ് വിജയന്റെ നേരെ അടുത്തുകൊണ്ട് ചോദിച്ചു. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ ചെറ്റേ? വിജയൻ അവന്റെ നെഞ്ചിൽ കൈയമർത്തി ഒരു തള്ളു കൊടുത്തു. പിന്നോട്ട് തെറിച്ചുപോയ അയാളെ ഫ്രാൻസിസും രാജൻ ബാബുവും പിടിച്ചു. വിജയന്റെ കരുത്തെന്താണെന്ന് കൈലാസിന് മനസ്സിലായി. കുതറിക്കൊണ്ടവൻ ചീറി മുന്നോട്ട് വന്ന് ആക്രോശിച്ചു. അറിയാമോടാ നിനക്കെന്നെ? എന്റെ ഡാഡിയ ഇവിടത്തെ പോലീസ് സൂപ്രണ്ട്. ഇടിച്ചു നിന്റെ പരിപ്പളക്കും. ചുറ്റും നിന്നവർ അത് കേട്ടൊന്ന് പകച്ചു. അപ്പോഴേക്കും കാളിദാസൻ അവിടേക്ക് വന്നു. സൂപ്രണ്ടിന്റെ മോന് എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ലൈസൻസ് ഒന്നുമില്ലല്ലോ. കൈക്കൂലിക്കാരന്റെ ബോഡി ഗാർഡായിട്ടാണോ ഡാഡി നിന്നെ അയച്ചിരിക്കുന്നത്? വിജയൻ പതറാതെ ചോദിച്ചു. വീട്ടിൽ കാർന്നവരെ വിളിക്കുന്നത് പോലെ ചെറ്റെ എന്നൊക്കെ ആണുങ്ങളെ വിളിച്ചാലുണ്ടല്ലോ. വിജയൻ അവന്റെ നേരെ കൈ ചൂണ്ടി. നീ എന്തു ചെയ്യുമടാ? അയാൾ ചീറി. അടിച്ചു നിന്റെ ചെവിക്കുറ്റി പൊളിക്കും. അതിന് പോലീസൊന്നും വേണ്ട, ഈ കൈ മതി. എന്നാൽ അതൊന്ന് കാണട്ടടാ. അയാൾ മുന്നോട്ടെടുത്തപ്പോഴേക്കും ഫ്രാൻസിസും കൂട്ടുകാരനും തടഞ്ഞു. വേണ്ട കൈലാസേ, അവൻ പോട്ടെ. കൂട്ടുകാർ പിടിച്ചപ്പോൾ കൈലാസ് അടങ്ങി. എങ്കിലും കണ്ണുകളിൽ ശൗര്യം കത്തി.
അറ്റൻഡർ വന്ന് അടുത്ത ആളുടെ പേര് വിളിച്ചത് ആരും കേട്ടില്ല. അയാളും ആ ബഹളം കണ്ട് നിന്നുപോയി. രോഷം കൊണ്ട വിജയനെ കാളിദാസൻ പിടിച്ചു മാറ്റി. വിജയ, അവനോടൊന്നും വിജയൻ വഴക്കിന് പോകണ്ട. അവരൊക്കെ പണവും സ്വാധീനവും ഉള്ളോരാ. പിടിച്ചു കൊണ്ടുപോടാ അവനെ. കൈലാസിന്റെ മുന്നിലേക്ക് വന്ന രാജൻ ബാബു കാളിദാസനോട് പറഞ്ഞു. നമുക്ക് പോകാം വിജയ. കാളിദാസൻ അയാളെ ബലമായി പിടിച്ച് സ്റ്റെയർ കേസിനടുത്തേക്ക് കൊണ്ടുപോയി. മുറിവേറ്റതുപോലെ നിന്ന കൈലാസ് വിളിച്ചു. നിന്നെ ഞാൻ എടുത്തോളാം. പോടാ പുല്ലേ. വിജയൻ തിരിഞ്ഞു നിന്ന് നിസ്സാരമായി പറഞ്ഞു. വിട്ടുകള വിജയ, വിവരമില്ലാത്ത പിള്ളേരല്ലേ. കാളിദാസൻ അയാളെ പിടിച്ചുകൊണ്ട് നടന്നു. ഓഫീസ് കെട്ടിടത്തിന് വെളിയിൽ വന്നപ്പോൾ കാളിദാസൻ ചോദിച്ചു. വിജയ വീട്ടിലേക്കല്ലേ? ഇല്ല ദാസ, അമ്മ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാ. എനിക്ക് ഈ ജോലി കിട്ടുമെന്നോർത്ത്. രാവിലെ ക്ഷേത്രത്തിൽ പോയി വന്നപ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന പ്രതീക്ഷയും സന്തോഷവും ഞാൻ കണ്ടതാ. വിജയൻ കാളിദാസന്റെ ചുമലിൽ പിടിച്ചു. ഇതിങ്ങനെ കലാശിച്ചുവെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമാകും. എനിക്കത് കാണാൻ വയ്യ. അയാൾ റോഡിലേക്കിറങ്ങി. പിന്നാലെ കാളിദാസനും. ചക്കരമത്ത് അവിടെ കിടപ്പുണ്ടായിരുന്നു. മാർക്കറ്റ് റോഡിൽ വലിയ തിരക്ക്. സിമന്റ് ചാക്ക് നിറച്ച ലോറി ഗോഡൌണിലേക്ക് പോകുന്നത് കണ്ടു. അതിന് മുകളിലിരുന്ന ഒരു പോർട്ടർ വിജയനെ കണ്ട് സന്തോഷത്തോടെ കൈവീശി. വിജയ. കച്ചവടക്കാരുടെ ശബ്ദ കോലാഹലങ്ങളും വാഹനങ്ങളുടെ ഹോണടിയും ഇരമ്പലും. വിജയൻ കാറ്റിൽ ഫീഡിന്റെ കെട്ടിടത്തിലേക്ക് നോക്കി. പിന്നെ കാളിദാസനോട് പറഞ്ഞു. ദാസൻ ഓട്ടം പൊയ്ക്കോ. ഞാൻ യൂണിയൻ ഓഫീസിലേക്ക് പോകുക. ഒരു ഇന്റർവ്യൂ കാരണം അര ദിവസത്തെ പണി പോയി. ഞാൻ പോകുന്നു. പിന്നെ കാണാം. വിജയൻ തിരക്കിലൂടെ നടന്നു. കാളിദാസൻ ഓട്ടോയിൽ വന്നിരുന്നു. മോനെ, എന്നെ ബോട്ട് ജെട്ടിയിലോട്ടൊന്ന് വിട്ടേ. ഒരു തടിച്ച സ്ത്രീ വലിയൊരു കുട്ട പച്ചക്കറിയുമായി ഓട്ടോയിൽ കയറി. കാളിദാസൻ ഓട്ടോ മുന്നോട്ടെടുത്ത് ഹോണടിച്ച് ആളുകളെ മുട്ടാതെ പതുക്കെ ഓടിച്ചുപോയി. ഇന്റർവ്യൂ കഴിഞ്ഞ് കാപ്പിയും ലഘുഭക്ഷണവും കഴിക്കുന്നതിനിടയിലാണ് അംഗങ്ങൾ ചർച്ച നടത്തിയത്. ഡയറക്ടർ ശേഖറിന്റെ മുറിയിലായിരുന്നു അത്. ബോർഡ് അംഗങ്ങളുടെ ഏകകണ്ഠമായ തീരുമാനം ഫ്രാൻസിസിനെ സെലക്ട് ചെയ്യുക എന്നതാണ്. സ്വഭാവത്തിലും കഴിവിലും അയാളാണ് മിടുക്കൻ. ഡയറക്ടർ ശേഖർ പറഞ്ഞു. ദീപയ്ക്ക് മാത്രമേ വേറെ അഭിപ്രായമുള്ളൂ. അയാൾ ദീപയെ നോക്കി. ദീപ പറഞ്ഞു. വിജയന്റെ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അയാൾക്കിതേപ്പറ്റി അറിയാം. ആ ഗുണ്ടയോ? അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ പോലീസ് വരുന്നത് നമുക്കൊരു കുറച്ചിലല്ലേ. ഒന്നാമതിവിടം മാർക്കറ്റാണ്. ആളുകൾ പലതും തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാ അവനെ വെറുതെ വിട്ടത്. അല്ലായിരുന്നെങ്കിൽ. ഡയറക്ടർ ഇടയ്ക്ക് വെച്ച് നിർത്തി. അടിയുടെ വേദന മാറിയിരുന്നില്ല. അവനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർക്കുന്നില്ല. മാനേജർ പറഞ്ഞു. വല്ല ചന്തയിലും വെച്ചായിരിക്കും. ചെറ്റകൾ അവിടെയല്ലേ കാണൂ. പ്രായം ചെന്ന ഒരു അംഗം പറഞ്ഞു. രമേശൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ദീപയ്ക്ക് അവരെയൊന്നും അത്രയ്ക്ക് പരിചയമില്ലായിരുന്നു. അവൾ ആദ്യമായാണ് അത്തരമൊരു ബോർഡിൽ അംഗമായി ഇരിക്കുന്നത് തന്നെ. കമ്പനിക്ക് വേണ്ടത് സുന്ദരനും സൽസ്വഭാവിയുമായ ഒരു വിഡ്ഢിയെയല്ല. കഴിവുള്ള ഒരു നിഷേധിയായാലും കുഴപ്പമില്ല, ദീപ പറഞ്ഞു. അംഗങ്ങൾ പരസ്പരം നോക്കി. അധ്യായം 3. കുട്ടിക്കെന്തറിയാം ബിസിനസിനെ പറ്റി? ദീപയോട് രമേശൻ നായർ പറഞ്ഞു. 30 വർഷത്തെ പരിചയമുണ്ടെനിക്ക്. വിഡ്ഢികളെ ഞങ്ങൾ ഇതിലെടുത്ത് വെക്കുമോ? എന്നിട്ട് കമ്പനി ഇപ്പോൾ നഷ്ടത്തിലല്ലേ പോകുന്നത്? ദീപ ചോദിച്ചു. വിജയൻ പറഞ്ഞതുപോലെ അയാൾ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞിട്ടുണ്ടോ? ഡയറക്ടറും മറ്റുള്ളവരും വല്ലാതായി. രമേശൻ നായരുടെ മുഖം തുടുത്തു. അയാൾ പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ പോലും ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കില്ല. അയാൾ കൂടുതൽ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ദീപ എഴുന്നേറ്റു. എനിക്ക് ഈ ബിസിനസിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. നിങ്ങളെല്ലാവരും ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ആളുടെ പ്രവർത്തനം നമുക്ക് കാണാമല്ലോ. ദീപ മുഖം കഴുകാനായി വാഷ് ബേസിനടുത്തേക്ക് പോയി. സന്തോഷത്തോടെയാണ് ഫ്രാൻസിസും കൂട്ടുകാരും ഓഫീസിൽ നിന്നിറങ്ങി വന്നത്. അല്പം അകലെ നിർത്തിയിട്ടിരിക്കുന്ന രാജൻ ബാബുവിന്റെ ചുവന്ന മാരുതി വാൻ. ഇന്നത്തെ ചെലവ് മുഴുവൻ ഫ്രാൻസിസിന്റെയാ. കൈലാസ് പറഞ്ഞു. ഞാൻ ഏറ്റു. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി. ഫ്രാൻസിസ് സമ്മതിച്ചു. അതിനേക്കാൾ അത്യാവശ്യമായി എനിക്കെന്റെ ഭാവി വധുവിനെ കാണണം, രാജൻ ബാബു പറഞ്ഞു. 1 വർഷമായി അവളെ കണ്ടിട്ട്. അപ്പോഴവർ വാഹനങ്ങളുടെയും ആളുകളുടെയും ഇടയിലൂടെ മാരുതി വാനിനടുത്തെത്തിയിരുന്നു. ഉള്ളിയുടെയും പലചരക്ക് സാധനങ്ങളുടെയും ഗന്ധമായിരുന്നു ആ തെരുവിലാകെ. നിന്റെ ഭാവി വധു? പോടാ ചോട്ടാ രാജ. ഫ്രാൻസിസ് തിരിഞ്ഞു നോക്കി. അടുത്ത കൂട്ടുകാർ അയാളെ ചോട്ടാ രാജൻ എന്നാണ് വിളിക്കുന്നത്. അയാളുടെ അച്ഛന്റെ പേര് ബാബുരാജ് എന്നാണ്. ആ, നീ ഇന്റർവ്യൂവിന് കണ്ടില്ലേ ദീപ? ആ സുന്ദരിയോ? ഭഗവാനെ, അവളോ? കൈലാസിന് അത്ഭുതമായി. എന്റെ അങ്കിളിന്റെ മോളാ, എന്റെ മുറപ്പെണ്ണ്. എടാ ദുഷ്ട, നീയത് നേരത്തെ പറഞ്ഞില്ലല്ലോടാ. പറഞ്ഞായിരുന്നെങ്കിൽ നീ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഞാനൊന്ന് ചെത്തിയേനെ. തലമുടി പിന്നിലേക്ക് തട്ടിയിട്ട് കൈലാസ് പറഞ്ഞു. ഒന്നേ ഞാൻ കണ്ടുള്ളൂ. മനീഷ കൊയ്രാളെ പോലെയുണ്ട്. ഞാൻ ദീപയെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുകയാ. അച്ഛനും അമ്മയും അവളെ പ്രതീക്ഷിച്ചിരിക്കുകയാ. നിങ്ങൾക്കറിയാമോ,
ഈ കമ്പനിയുടെ 50% ഷെയറുണ്ട് അവളുടെ അച്ഛൻ ഗോപികൃഷ്ണന്, അതായത് ദീപയ്ക്ക്, രാജൻ ബാബു പറഞ്ഞു. ദീപ നിനക്ക്? അപ്പോൾ അതെല്ലാം നിന്റെ പക്കൽ വന്നു ചേരും. രാഷ്ട്രീയ ചാണക്യനായ നിന്റെ അച്ഛൻ ബഡാ രാജന് പോലും ഇല്ലാത്ത ഭാഗ്യമാണല്ലോടാ നിന്റേത്, കൈലാസ് പറഞ്ഞു. ഇത് നമുക്ക് ആഘോഷിക്കണം, കോടീശ്വരനാവുകയല്ലേ. സത്യമാണോ? അവൾ നിന്റെ കൂടെ വരുമോ? ഇപ്പോഴെന്റെ ബോസാണ്, ഫ്രാൻസിസ് ചോദിച്ചു. എന്റെ കൂടെയല്ല, നമ്മുടെ കൂടെ, രാജൻ ബാബു പറഞ്ഞു. അവരുടെ മുമ്പിലൂടെ വാഴക്കുല നിറച്ച ഒരു ലോറി പോയി. ഇത്രയും സ്വാധീനമുണ്ടായിട്ടും അവന്മാർ കയ്യിൽ നിന്ന് അത്രയും രൂപ വാങ്ങിച്ചല്ലോടാ, ഫ്രാൻസിസ് പറഞ്ഞു. പള്ളി വേറെ പള്ളിക്കൂടം വേറെ, രാജൻ ബാബു പറഞ്ഞു. ചിക്കിലി കൊടുത്തില്ലായിരുന്നെങ്കിൽ നിന്നെപ്പോലൊരു കിഴങ്ങന് അസിസ്റ്റന്റ് മാനേജരാവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കുകയൊന്നും വേണ്ടടാ, ഫ്രാൻസിസ് ഉള്ളിൽ തട്ടി വിഷമത്തോടെ പറഞ്ഞു. എന്റെ കൂടെ നിന്നോ ഫ്രാൻസിസേ, നീയൊന്നും പേടിക്കണ്ട. മാതാ കാറ്റിൽ ഫീഡ്സ് കയ്യിൽ കിട്ടിയാൽ അതിനകത്തിരിക്കുന്ന കിഴങ്ങന്മാരെയെല്ലാം നമുക്ക് പറിച്ചെറിയണം. രാജൻ ബാബു ഫ്രാൻസിസിന്റെ പുറത്തു തട്ടി. ഫ്രാൻസിസിന് സന്തോഷമായി. റോഡിനെതിർവശത്തെ ഹോൾസെയിൽ ഷോപ്പിന് മുന്നിൽ കിടന്ന ലോറിയിൽ നിന്ന് പഞ്ചസാര ചാക്കുകൾ ഇറക്കുകയായിരുന്നു. ലോഡിന് മുകളിൽ നിന്ന് ചാക്ക് താഴെ നിൽക്കുന്ന പോർട്ടർമാരുടെ ചുമലിലേക്ക് പിടിച്ചു കൊടുക്കുന്നു. കിൻഡൽ ചാക്കെടുക്കുന്നവരാണ് ആ ജോലി ചെയ്യുന്നത്. യുവതിയായ ഒരു അമ്മയും കുഞ്ഞും തിരക്കിലൂടെ വന്നു. യുവതിയുടെ കയ്യിൽ ഭാരമുള്ള സഞ്ചി 4-5 വയസ്സുള്ള പെൺകുട്ടിയെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ആ സുന്ദരിക്കുട്ടിയുടെ കയ്യിൽ ഒരു ഓറഞ്ച് പകുതി പൊളിച്ചതിരിക്കുന്നു. കാഴ്ചകൾ കണ്ടു നടന്ന കുട്ടിക്ക് അമ്മ കയ്യിൽ പിടിച്ചിരുന്നത് അസ്വാതന്ത്ര്യമാണ്. അവൾ കൈ വിടുവിച്ചുകൊണ്ട് ലോറിയുടെ അടുത്തേക്ക് ഒരു ഓട്ടം. പെട്ടെന്ന് ലോഡ് ഇളകി. മുകളിൽ നിന്ന പോർട്ടർ കാലിടറി വീണു. ഒരു കിൻഡൽ ചാക്ക് താഴേക്ക് പതിച്ചു. മോളെ, ഇടിവെട്ടിയതുപോലെ യുവതി അലറി. മാർക്കറ്റ് നിശ്ചലമായതുപോലെ. കിൻഡൽ ചാക്ക് കുഞ്ഞിന്റെ നേർക്കാണ് വന്നത്. ഒരു നിമിഷം ഒരു പോർട്ടർ കുതിച്ചു വന്ന് മുതുകുകൊണ്ട് ചാക്ക് തടുത്തു. ഭാരം കൊണ്ടയാൾ കുനിഞ്ഞുപോയി. അയാളുടെ നെഞ്ചിന് താഴെ തള്ളയുടെ ചിറകിന് കീഴിലെ കോഴിക്കുഞ്ഞിനെ പോലെ പതുങ്ങി ഇരിക്കുകയായിരുന്നു ആ പെൺകുഞ്ഞ്. ഒന്നും അറിയാതെ തന്നെ അമ്പരപ്പോടെ നോക്കുന്ന കുഞ്ഞിന്റെ കവിളിൽ മൃദുവായി ഒരടി കൊടുത്തിട്ട് പുഞ്ചിരിയോടെ പോർട്ടർ ചുമടുമായി എഴുന്നേറ്റു. എന്റെ മോളെ. യുവതി ഓടിവന്ന് കുഞ്ഞിനെ വാരിപ്പുണർന്ന് ഉമ്മ വെച്ചു. പിന്നെ കൃതജ്ഞതയോടെ അയാളെ നോക്കി. എടാ, അതാ അവൻ. ഫ്രാൻസിസ് ചാക്ക് ചുമലിലേറ്റി ഉയരുന്ന വിജയന്റെ നേരെ കൈ ചൂണ്ടി. ഞാൻ കണ്ടു. അവിടേക്ക് നോക്കി നിൽക്കുകയായിരുന്ന കൈലാസ് മന്ത്രിച്ചു. അപ്പോഴവൻ പോർട്ടറാ അല്ലേ? രാജൻ ബാബു അഭിപ്രായപ്പെട്ടു. ഒരു പോർട്ടറാ എന്നെ തല്ലാൻ കയ്യോങ്ങിയത്? കൈലാസ് പല്ലു ഞെരിച്ചു. ചുമടുമായി തിരിഞ്ഞ വിജയൻ തിളങ്ങുന്ന 2 കണ്ണുകൾ കണ്ടു. ദീപ. അവൾ അയാളെ നോക്കി മുട്ടക്കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ദീപയെ കണ്ടെങ്കിലും വിജയൻ അവഗണിച്ചു കളഞ്ഞു. അയാൾ ചാക്ക് കടയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് തിരിച്ചു വന്നു. അയാളുടെ കൈകാലുകളുടെ കരുത്തും ഉറപ്പും അവൾ കണ്ടു. അടുത്ത ചാക്ക് തലയിൽ കയറ്റിയപ്പോൾ കവിളിലെ ഉറച്ച മാംസപേശികൾ ഇളകി. അയാൾ അവളെ ശ്രദ്ധിക്കാതെ ജോലിയിൽ ബദ്ധശ്രദ്ധനായി. അയാളെ നോക്കി നിൽക്കും തോറും കൈലാസിന്റെ രോഷം പതഞ്ഞു പൊങ്ങുകയായിരുന്നു. എടാ, ഞാനാ പോർട്ടർക്കിട്ട് 2 കൊടുക്കാൻ പോവുകയാണ്. എന്റെ ഡാഡി SP ആണെന്ന് പറഞ്ഞിട്ട് പോലും അവന്റെ ധിക്കാരം കണ്ടില്ലേ? കൈലാസ് പറഞ്ഞു. ഫ്രാൻസിസും രാജൻ ബാബുവും പരസ്പരം നോക്കി. ശരിയാ, നമ്മൾ ആരാണെന്ന് അവനെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്, രാജൻ ബാബു പറഞ്ഞു. ഒരു പോർട്ടർ നമ്മുടെ മുന്നിൽ ആളാവണ്ട. ആ ഇന്റർവ്യൂവിന് വന്നവരുടെ മുന്നിൽ വെച്ച് നാണം കെട്ട് ഐസായിപ്പോയി. ഈ കൈലാസ് ആരാണെന്ന് അവനെ ഞാൻ അറിയിക്കും. കൈലാസ് മുന്നോട്ട് നടന്നു കഴിഞ്ഞു. ഫ്രാൻസിസ് ചെന്ന് അയാളെ പിടിച്ചു. എടാ, ഇത് ചന്തയാ. ഇവിടെ വെച്ചൊരു അടിപിടി ഉണ്ടാക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. കൈലാസ് ഫ്രാൻസിസിന്റെ കൈ തട്ടിക്കളഞ്ഞു. ചന്തയാവേണ്ടിടത്ത് ഞാനും ചന്തയാവും. അവനെ ഇന്ന് അടിച്ചിട്ട് തന്നെ കാര്യം. പിന്നെ ഞാൻ അവനെ എടുത്ത് ലോക്കപ്പിലിട്ട് ചവിട്ടും. എന്റെ നേരെ തല്ലാനോങ്ങിയ കൈ ഞാൻ ചവിട്ടിയരയ്ക്കും. ഇനിയൊരു പോർട്ടർ ആരുടെയും നേരെ കൈയോങ്ങരുത്. കൈലാസ് തിരക്കിലേക്കിറങ്ങി. ഡാഡി പോലീസ് സൂപ്രണ്ടാണെന്ന അഹങ്കാരമുണ്ട് അയാൾക്ക്. അവന്റെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുത്ത് ലാളിച്ചാണ് വളർത്തിയിരിക്കുന്നത്. കൈലാസ് ഒന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വിഷമമാണെന്ന് ഫ്രാൻസിസിനറിയാം. താൻ മാനേജരാകാൻ പോകുന്ന കമ്പനിയുടെ മുന്നിൽ വെച്ച് തന്നെ അടിയുണ്ടാകുന്നത് ബുദ്ധിമോശമാണെന്ന് ഫ്രാൻസിസിന് തോന്നി. താൻ വീണ്ടും ഈ വഴിക്കാണ് വരേണ്ടത്. കൂട്ടുകാർ അവരുടെ വഴിക്ക് പോകും. എടാ രാജൻ ബാബു, അവനെ തടയി. നാണമില്ലേ ചന്തകളുമായി തല്ലുകൂടാൻ? അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഫ്രാൻസിസ് രാജൻ ബാബുവിനോട് നിർബന്ധിച്ചു. തല്ലണമെന്ന് അത്ര അത്യാവശ്യമാണെങ്കിൽ അവനെ സൗകര്യത്തിന് വേറെ വല്ലയിടത്തും വെച്ച് കിട്ടുമല്ലോ. അവൻ വീട്ടിൽ പോകുന്ന വഴിക്ക് പിടിക്കാമല്ലോ. രാജൻ ബാബു കൈലാസിനെ നോക്കി. അയാൾ റോഡ് മുറിച്ച് കടക്കാൻ അവസരം കാത്തു നിൽക്കുകയാണ്. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പെട്ടി ഓട്ടോയും ഒരു പിടിവണ്ടിയും വഴിമുടക്കിയിരിക്കുന്നു. അതിനിടയിൽ ആളുകളുടെ തള്ളൽ. രാജൻ ബാബു, നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ.
നിന്റെ മുറപ്പെണ്ണ് വന്ന് നിങ്ങൾ തെരുവിൽ കിടന്ന് തല്ലുകൂടുന്നത് കണ്ടാലോ എല്ലാ ഇമേജും പോവൂലേ? ഫ്രാൻസിസ് ചോദിച്ചു. അത് ശരിയാണെന്ന് രാജൻ ബാബുവിനും തോന്നി. അയാൾ വേഗം ചെന്ന് കൈലാസിനെ പിടിച്ചു. അയാൾ റോഡിന് നടുവിലെത്തിയിരുന്നു. വിടടാ രാജൻ ബാബു, അവനാ കടയിലുണ്ട്. എനിക്ക് പരിചയമുള്ള കടയാ. കൈലാസ് കുതറി മാറാൻ ശ്രമിച്ചു. കൈലാസേ, ഞാൻ പറയുന്നത് കേൾക്ക്, രാജൻ ബാബു അയാളെ വിടാതെ പറഞ്ഞു. നമ്മൾ 3 പേരേയുള്ളൂ. പോർട്ടർമാര് എത്ര പേരുണ്ടെന്നാ കരുതുന്നത്? ഒരാളെ തൊട്ടാൽ എല്ലാവരും ഇളകും. എല്ലാവരും കൂടി പൊതിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ അത് തന്നെ കാണട്ടെ. എന്നെ തൊടാൻ ആർക്കാടാ ധൈര്യമുള്ളത്? കൈലാസ് അടങ്ങാൻ ഭാവമില്ലായിരുന്നു. എടാ, നമുക്കവനെ തനിച്ചു പിടിക്കാം. കൈത്തരിപ്പ് തീരുന്നതുവരെ തല്ലാം. ഞാനും കൂടാം, രാജൻ ബാബു പറഞ്ഞു. പെട്ടെന്ന് ഫ്രാൻസിസ് വന്ന് പറഞ്ഞു. എടാ, അതാ ദീപ. അവൾ നിന്നെ നോക്കുകയാണ്. ദീപയുടെ പേര് കേട്ടപ്പോൾ അവർ മറ്റെല്ലാം മറന്നു. വേഗം വണ്ടിയെടടാ. മുറപ്പെണ്ണ കാത്തു നിൽക്കുമ്പോൾ ആരെങ്കിലും തെരുവ് തെമ്മാടികളുമായി തല്ലുകൂടാൻ പോകുമോ? ഫ്രാൻസിസ് മർമ്മത്തിന് കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അത് ഏറ്റു. ദീപയെ കണ്ട അവർ വാനിന് നേരെ ചെന്നു. പെട്ടെന്ന് രാജൻ ബാബു പറഞ്ഞു. കൈലാസ്, വാനെടുത്ത് വാ. ഞാൻ ദീപയോട് സംസാരിക്കാം. ഫ്രാൻസിസെ, നീയും ചെല്ല്. അയാൾ ധൃതിയിൽ ദീപയുടെ അടുത്തേക്ക് ചെന്നു. അവളപ്പോൾ ഒരു കാസറ്റ് കടയുടെ മുന്നിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. സിനിമാ നടന്മാരുടെ മിമിക്രി കാസറ്റ് ഉച്ചത്തിൽ വെച്ചിരിക്കുന്നു. അവൾ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. അതിൽ ആളുണ്ടായിരുന്നു. ഓട്ടോ നിർത്താതെ പോയി. ദീപേ, രാജൻ ബാബു അവളുടെ അടുത്തെത്തി. രാജൻ ബാബുവോ? അവൾ ചിരിച്ചു. അയാളും. ഞങ്ങളെന്ന് രാജൻ ബാബുവിന്റെ കാര്യം പറഞ്ഞതേയുള്ളൂ. അത് കേട്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. എന്താ എന്റെ കാര്യം പറയാൻ വിശേഷിച്ച്? അയാൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. മുത്തശ്ശിയുടെ പിറന്നാളാ ഇന്ന്. അമ്പലത്തിൽ പോയി വരുന്ന വഴി മുത്തശ്ശി പഴയ കഥകളൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ രാജൻ ബാബുവും അങ്കിളുമൊക്കെ വന്നു കഥാപാത്രങ്ങളായിട്ട്. അവൾ ചിരിച്ചു. ഞാൻ കരുതിയത് ദീപ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ജീൻസും ടീഷർട്ടും ഒക്കെ ധരിച്ച് അടിപൊളിയായിട്ട് വരുന്ന. ഇതിപ്പോ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു നമ്പൂതിരിക്കുട്ടി മാതിരിയുണ്ട്. അയാൾ അഭിപ്രായപ്പെട്ടു. എനിക്ക് ഈ വേഷ ഇഷ്ടം. ഞാൻ നാടൻ വേഷം ധരിക്കുന്നതാ അച്ഛനും ഇഷ്ടം. അവൾ ചിരിച്ചു. രാജൻ ബാബു അവളെ കാൽനഖം മുതൽ നോക്കി. 1 വർഷം കൊണ്ടവളെത്ര മാറി. തന്റെ ഭാര്യയാവേണ്ടവൾ ഒരു പനിനീർ പൂവാടി വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. രാജൻ ബാബു എന്താ ഇങ്ങനെ നോക്കുന്നേ? ആദ്യം കാണുന്നത് പോലെ അവൾ ചോദിച്ചു. എത്ര കണ്ടാലും മതിവരാത്ത ഒരത്ഭുതമാണ് നീ, അയാൾ മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും വാൻ അവിടെ വന്നു. ദീപേ, വാ, ഇതെന്റെ വാനാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. രാജൻ ബാബു ക്ഷണിച്ചു. ഫ്രാൻസിസ് വാതിൽ പിന്നോട്ട് തള്ളി തുറന്നു. ദീപ വാനിനകത്തുള്ളവരെ കണ്ടു. എന്റെ ഫ്രണ്ട്സാ, ബാബു പരിചയപ്പെടുത്തി. കൈലാസും ഫ്രാൻസിസും ചിരിച്ചു. എടാ, ഇത് ദീപ. ഞാൻ പറഞ്ഞില്ലേ എന്റെ. രാജൻ ബാബു എന്തൊക്കെയാണ് ഇവരോട് പറഞ്ഞത്? ദീപ ചോദിച്ചു. അതൊക്കെ പോകുന്ന വഴിക്ക് പറയാം. ഇവനെ അറിയില്ലേ ഫ്രാൻസിസ്? ഇന്ന് ഇന്റർവ്യൂവിന് സെലക്ഷൻ ഇവനാണ്. അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ, രാജൻ ബാബു പറഞ്ഞു. ഫ്രാൻസിസ് അവളെ നോക്കി ചിരിച്ചു. രാജൻ ബാബു വാനിനകത്തേക്ക് കയറി നീങ്ങിയിരുന്ന് ദീപയ്ക്കിരിക്കാൻ സ്ഥലം നീക്കിയിട്ടുകൊണ്ട് ക്ഷണിച്ചു. അധ്യായം 4. വേഗം കയറൂ ദീപേ, ഈ തിരക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടാം. അവൾ കയറി അയാളോട് ചേർന്ന് ഇരിക്കുന്നതും അവളുടെ ഗന്ധവും അയാൾക്ക് അനുഭവപ്പെട്ടു. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ദീപ പറഞ്ഞു. കൈലാസും ഫ്രാൻസിസും രാജൻ ബാബുവിനെ നോക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ദീപേ? അച്ഛനും അമ്മയും വീട്ടിൽ ദീപയെ കാത്തിരിക്കുകയാണ്. ദീപയും കുട്ടി ചെല്ലാവോമെന്ന് പറഞ്ഞാണ് എന്നെ അയച്ചിരിക്കുന്നത്, രാജൻ ബാബു പറഞ്ഞു. ഇന്ന് ഏതായാലും പറ്റില്ല. ഞാൻ ചെന്നിട്ട് മുത്തശ്ശിയും അച്ഛനും ഊണ് കഴിക്കൂ, ദീപ പറഞ്ഞു. രാജൻ ബാബു വല്ലാതായി. എന്നാൽ വരൂ, ഞാൻ കൊണ്ടുചെന്നാക്കാം. അതൊക്കെ രാജൻ ബാബുവിന് ബുദ്ധിമുട്ടാവും. ദീപയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാകുമെന്നോ? എന്തായി പറയുന്നത്? ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. ഞാനല്ലേ ദീപയെ കൊണ്ടുവിടേണ്ടത്. അവളത് മുഴുവൻ കേട്ടില്ലെന്ന് തോന്നുന്നു. അല്പം അകലെ ഒരു കാലി ഓട്ടോ വരുന്നത് കണ്ട് ദീപ അവിടേക്ക് ചെന്നു. ഏയ് ഓട്ടോ! അവൾ അവിടെ ചെന്നപ്പോഴേക്കും ആ ഓട്ടോ പോയി. ദീപേ, രാജൻ ബാബു അവളെ വിളിച്ചുകൊണ്ട് വാനിൽ നിന്നിറങ്ങി. അയാൾക്കാകെ ഷെയിമായി പോയി. അവൾ വേറൊരു ഓട്ടോ കൈ കാണിച്ചു. അത് നിന്നു. കാളിദാസന്റെ ചക്കരമുത്തായിരുന്നു അത്. ദീപ ഓട്ടോയിൽ കയറി സ്ഥലം പറഞ്ഞു. ഓട്ടോ ഓടാൻ തുടങ്ങിയപ്പോഴാണ് വിജയൻ അവിടേക്ക് വന്നത്. കാളിദാസൻ എങ്ങോട്ടാ? വിജയൻ ചോദിച്ചു. വണ്ടിത്താവളം വഴിയാണ്. വിജയൻ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ആ, ഞാനും വരുന്നു. വിജയൻ അടുത്തു വന്നു. അപ്പോഴാണ് അയാൾ യാത്രക്കാരിയെ കാണുന്നത്. ഇയാളാണോ? ദീപ അയാളുടെ യൂണിഫോമിലേക്കും അഴുക്ക് പറ്റിയ മുണ്ടിലേക്കും നോക്കുകയായിരുന്നു. ഇരട്ടയൊന്നുമല്ല, പഴയ ആള് തന്നെയാ, ഒരു ഡബിൾ റോൾ, വിജയൻ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? എന്നിട്ട് ഞാനറിയില്ലല്ലോ വിജയ. കാളിദാസൻ വിജയനരികിലായി സ്ഥലത്തിനായി ഒതുങ്ങിക്കൊടുത്തു. മാതാ കാറ്റിൽ ഫീഡിന്റെ മുതലാളിയാടാ, നീ വണ്ടി വിട്. വിജയൻ കാളിദാസനോടൊപ്പം കയറിയിരുന്നു. നിർത്ത്, ദീപ പറഞ്ഞു. എന്താ, വല്ലതും പോയോ?
കാളിദാസൻ തിരിഞ്ഞു നോക്കി വിജയനെ നോക്കി അവൾ പറഞ്ഞു. ഇയാളെ വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല. വിജയനും കാളിദാസനും പരസ്പരം നോക്കി. അതിന് വിജയൻ നിങ്ങളുടെ കൂടെയല്ലല്ലോ, എന്റെ കൂടെയല്ലേ ഇരിക്കുന്നത്, കാളിദാസൻ പറഞ്ഞു. അയാളെ കയറ്റാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ദീപയുടെ ശബ്ദം കനത്തു. കാളിദാസന് ദേഷ്യം വന്നു. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. ഒരു പോർട്ടറുടെ കൂടെ ട്രാവൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ വേറെ മര്യാദക്കാരുടെ വണ്ടിയിൽ പൊയ്ക്കോളാം. ദീപ ഇറങ്ങാൻ തുടങ്ങി. അതിനു മുമ്പ് തന്നെ വിജയൻ ഇറങ്ങി. ഞാൻ കാരണം അവന് കിട്ടുന്ന ഒരോട്ടം കളയണ്ട. നിങ്ങൾ പൊയ്ക്കോളൂ. പോർട്ടർ ഇറങ്ങി. വിജയൻ പറഞ്ഞു. ദീപ അയാളെ ഒന്ന് നോക്കിയിട്ട് ഇളകി ഇരുന്നു. കാളിദാസന് വിഷമമായി. പോയിട്ട് വാടാ, വിജയൻ കാളിദാസനോട് പറഞ്ഞു. ഓട്ടോറിക്ഷ വിട്ടുപോയി. വാനിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഫ്രാൻസിസും കൈലാസും രാജൻ ബാബുവും. രാജൻ ബാബുവിന് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടതിലുള്ള വിഷമം കുറച്ചൊന്നുമല്ല. ദീപ മുറപ്പെണ്ണാണെന്നും തന്റെ ഭാവി വധുവാണെന്നുമൊക്കെ പറഞ്ഞത് എല്ലാം അവൾ കളഞ്ഞു. കരണത്ത് ഒരടി കിട്ടിയാൽ പോലും ഇത്രയും വേദനിക്കുകയില്ലായിരുന്നു. അപമാനിക്കുകയായിരുന്നു അവൾ. മൂന്നുപേരും സംസാരിച്ചില്ലെങ്കിലും മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. കൈലാസാണ് ആദ്യം സംസാരിച്ചത്. ഞാനാണെങ്കിൽ അവളെയും കൊണ്ട് ഇന്ന് വീട്ടിൽ പോകൂ. അതെ, ഫ്രാൻസിസ് പറഞ്ഞു. അവള് രാജൻ ബാബുവിന് പുല്ലുവില പോലും തന്നില്ല. അവൾ മുറപ്പെണ്ണാണെന്നും കമ്പനി നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി നിങ്ങൾ വലിയ സ്നേഹത്തിലായിരിക്കുമെന്ന്. ഇത് അപമാനമായി പോയി. ഞങ്ങൾക്ക് പോലും ഷെയിമായി പോയി. കഴിവറുടെ മോടെ ധിക്കാരം കണ്ടില്ലേ? കൈലാസ് രോഷത്തോടെ ചോദിച്ചു. ഇവളെ നീ എങ്ങനെ കല്യാണം കഴിഞ്ഞ് കൂടെ കൊണ്ട് നടക്കുമടാ? ഇപ്പോഴേ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ തലയിൽ കയറിയിരുന്ന് ചെവി കടിച്ച് തിന്നും. വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞതല്ലേ? ചങ്കിൽ കുത്തുന്നത് പോലെയായിരുന്നു ഓരോ വാക്കും രാജൻ ബാബുവിന്. നിർത്തടാ, അയാൾ പല്ല് ജനിച്ചുകൊണ്ട് സീറ്റിൽ ഇടിച്ചു. ഫ്രാൻസിസും കൈലാസും അയാളെ നോക്കി. വല്ലാത്തൊരു നിശബ്ദത. രാജൻ ബാബു തീരുമാനമെടുക്കുകയായിരുന്നു. വണ്ടി വിടടാ, അയാൾ കൈലാസിനോട് പറഞ്ഞിട്ട് ഡോർ വലിച്ചടച്ചു. ആ ഓട്ടോറിക്ഷയെ ചേസ് ചെയ്ത് പിടിക്ക്. അവൾ അത്രയ്ക്കായോ? വാൻ തിരക്കിനിടയിലൂടെ മുന്നോട്ടോടുമ്പോൾ ത്രില്ലടിച്ചതുപോലെ കൈലാസ് പുഞ്ചിരിച്ചു. വണ്ടിത്താവളത്തിലേക്കുള്ള റോഡിൽ പാടത്തിന്റെ നടുവിലെത്തിയിരുന്നു ഓട്ടോറിക്ഷ. ഒരു വശത്ത് പച്ചക്കതിര് വന്ന കാറ്റിൽ ഉലയുന്ന നെൽപ്പാടങ്ങൾ, മറുവശത്ത് മണ്ണിറക്കി നിരത്തിക്കൊണ്ടിരിക്കുന്ന ചതുപ്പ്. പിന്നിൽ നിന്ന് അതിവേഗം വന്ന വാൻ മുന്നിൽ കയറി വട്ടം നിർത്തി. കാളിദാസൻ വളരെ ശ്രമിച്ചിട്ടാണ് ഓട്ടോ ഇടിക്കാതെ ഒഴിച്ചു മാറ്റിയത്. അയാൾ ഓട്ടോ നിർത്തി വാനിന്റെ ഡ്രൈവറോട് ദേഷ്യപ്പെട്ടു. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? കാളിദാസൻ ഓട്ടോയിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും വാനിൽ നിന്ന് രാജൻ ബാബുവും ഇറങ്ങി വന്നു. അമ്പരപ്പോടെ ഓട്ടോയിലിരുന്ന ദീപയുടെ അടുത്തേക്ക് അയാൾ ചെന്നു. നീ മര്യാദയ്ക്ക് വന്ന് വാനിൽ കയറ്, ഞാൻ കൊണ്ടുപോയി വിടാം. ഇതെന്താ രാജൻ ബാബു? അവൾ ഓട്ടോയിൽ നിന്നിറങ്ങി. ഞാൻ ഓട്ടോയിൽ പോകുന്നതിന് രാജൻ ബാബുവിന് എന്താ? നിന്നോടല്ലേ കേറാൻ പറഞ്ഞത്? അയാളുടെ ശബ്ദം കനത്തു. രാജൻ ബാബു, മര്യാദയ്ക്ക് സംസാരിക്കണം. ആരാ രാജൻ ബാബുവിന് ഇത്ര അധികാരം തന്നത്? ദീപയുടെ മുഖം തൊടുത്തു. നിന്റെ അച്ഛൻ കൊച്ചുകൃഷ്ണൻ. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. എന്റെ ഓട്ടോയിൽ കൊണ്ടുവന്ന ആളെ കൊണ്ടുപോകാൻ പറ്റില്ല, കാളിദാസൻ തടഞ്ഞു. നീ പോടാ. കൈലാസ് അയാളുടെ കഴുത്തിന് പിടിച്ചു തള്ളി. കൂട്ടിയിട്ടിരുന്ന മണ്ണിലേക്ക് അയാൾ വീണു. വാട്ട് എ ഹെൽ യു ആർ ഡൂയിങ്? ദീപ കോപത്തോടെ ശബ്ദമുയർത്തി. ലീവ് മീ, അവൾ കുതറി. നിന്നെയും കൊണ്ട് ഞാൻ പോകൂ. രാജൻ ബാബു ദീപയെ ബലമായി വാനിലേക്ക് വലിച്ചു. മണ്ണിൽ നിന്നെണീറ്റ കാളിദാസൻ സൈക്കിളിൽ ഒരാൾ വരുന്നത് കണ്ടു. പോർട്ടർ. അധ്യായം 5. സൈക്കിളിൽ വന്ന വിജയൻ ഒരു കാൽക്കുത്തി നിന്ന് രംഗമൊന്ന് വീക്ഷിച്ചു. മുഖത്തെയും ദേഹത്തെയും പൊടിമണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് കാളിദാസൻ പറഞ്ഞു. വിജയ, എന്റെ ഓട്ടോയിൽ വന്ന ഈ സ്ത്രീയെ ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുകയാണവർ. എന്നെ ഇങ്ങോട്ട് തള്ളിയിട്ടു. അയാൾ പിന്നെയും അവരെ തടയാൻ ചെന്നു. വിടടാ അവരെ. കാളിദാസൻ രാജൻ ബാബുവിന്റെ കയ്യിൽ പിടിച്ചു. രാജൻ ബാബു അയാളെ നോക്കി പറഞ്ഞു. ദീപയുടെ കയ്യിലെ പിടിവിടാതെ. ഇവളെന്റെ മുറപ്പെണ്ണ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. താൻ തന്റെ പണി നോക്ക്. കെട്ടാൻ പോകുന്ന പെണ്ണിനെയാണോടാ ഗുണ്ടകളെപ്പോലെ വന്ന് പിടിച്ചുകൊണ്ടു പോകുന്നത്? കാളിദാസൻ ചോദിച്ചു. അവർക്ക് സമ്മതമാണെങ്കിൽ എന്റെ കൂലി തന്നിട്ട് കൊണ്ടുപോയിക്കോ, അല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. നീ പോടാ ഓട്ടോക്കാര. രാജൻ ബാബു മറുകൈ കൊണ്ട് അയാളെ തള്ളി മാറ്റി. നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്? 2 കൊണ്ടാലേ നീ പോകുള്ളോടാ. കൈലാസ് അയാളെ തള്ളി. കാളിദാസൻ ഓട്ടോയിൽ തട്ടി നിന്നതിനാൽ വീണില്ല. ദീപ വാനിൽ കയറാതെ വാതിലിൽ ബലമായി പിടിച്ചു നിൽക്കുകയായിരുന്നു. അവൾ വിജയനെ കണ്ടു. അയാൾ സൈക്കിളിൽ തന്നെ ഇരുന്നതേയുള്ളൂ. കൈലാസും ഫ്രാൻസിസും അവളെ വാനിൽ കയറ്റാൻ രാജൻ ബാബുവിനെ സഹായിച്ചു. അവർ ദേഹത്ത് തൊട്ടതും ദീപ ചീറി. തുടരു തന്നെ. ഇരുവരും കൈവിട്ടു. പക്ഷേ ആ പിടിവലി അധികം നീട്ടിക്കൊണ്ടുപോകാൻ കൈലാസിന് ഇഷ്ടമില്ലായിരുന്നു. അയാളുടെ രീതി അതല്ല. അയാൾ ദീപയോട് പറഞ്ഞു.
മര്യാദയ്ക്ക് രാജൻ ബാബു പറഞ്ഞതുപോലെ വാനിൽ കയറിക്കോ, അല്ലെങ്കിലോ ദീപ ക്ഷോഭം കൊണ്ട് വിറച്ചു. തന്നെപ്പോലുള്ള റാസ്കൽസിന്റെ കൂടെ വരാൻ എനിക്ക് മനസ്സില്ല. രാജൻ ബാബു വിടാനാ പറഞ്ഞത്, അവൾ കുതറി. ആ സ്ത്രീ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ നിങ്ങളെന്തിനാടോ ബലം പിടിക്കുന്നത്? കാളിദാസൻ കൈലാസനോട് ചോദിച്ചു. കൈലാസ് ദീപയ്ക്ക് കൊടുക്കാനിരുന്ന അടി കാളിദാസന് കൊടുത്തു. വിട്ടുപോടാ, അയാൾ അലറി. കാളിദാസൻ അടികൊണ്ട കവളിൽ കൈയമർത്തി തരിച്ചു നിന്നു. കണ്ണുകളിൽ സാവധാനം ഇരുട്ട് നിറയുന്നത് പോലെ. അയാൾ ഓട്ടോയിലേക്ക് ചാരി നിന്നു. മറിഞ്ഞു വീഴാതിരിക്കാനായി വിജയൻ സൈക്കിളിൽ നിന്നിറങ്ങി സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചു. എടാ, ആ പോർട്ടറെ സൗകര്യത്തിന് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ വെച്ച് തല്ലിയില്ലെന്ന വിഷമം തീർത്തോ? ഞാനും കൂടാം. ഇവിടെ വേറെ ആരും വരില്ല. കൈലാസ മുഖം തിരിച്ച് വിജയനെ നോക്കി. രാജൻ ബാബു, എന്നെ വിടുന്നതാ തനിക്ക് നല്ലത്. ഞാൻ അച്ഛനോട് പറയും, ദീപ പറഞ്ഞു. ബലപ്രയോഗത്തിനിടയിൽ അവളുടെ കൈ വേദനിക്കാൻ തുടങ്ങിയിരുന്നു. നീ എന്നെ എന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചില്ലേ? നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. നിനക്കിത്ര ധിക്കാരം പാടില്ല. രാജൻ ബാബു അവളെ എടുത്ത് വാനിൽ കയറ്റാൻ ശ്രമിച്ചു. അവളുടെ കൈത്തലം ശക്തിയായി അയാളുടെ കരണത്ത് പതിച്ചു. രാജൻ ബാബു അത് പ്രതീക്ഷിച്ചില്ല. കൈലാസും ഫ്രാൻസിസും അവരെ നോക്കി. എന്നെ കൊണ്ടുപോകാൻ ഈ തെമ്മാടികളെയും കൂട്ടി വന്നിരിക്കുകയാണോ താൻ? അവൾ വിറച്ചു. ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ, ഐ ഹേറ്റ് യു. ഇപ്പോഴെനിക്ക് തന്നെ കാണുന്നത് കൂടി വെറുപ്പാ. തന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്തതുപോലെ തോന്നി രാജൻ ബാബുവിന്. കോപം കൊണ്ട് അയാൾ അന്ധനായിപ്പോയി. എന്നെ തല്ലിയിട്ട് ഞെളിഞ്ഞു പോകാമെന്ന് കരുതിയോടെ നീ? ഇതുവരെ ഞാൻ നിന്നോട് മര്യാദ കാണിച്ചു. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ, രാജൻ ബാബു ആക്രോശിച്ചു. ആദ്യം ഇത് തിരിച്ചു തരാം. അയാൾ അവളുടെ തുടുത്ത കവിൾത്തടത്തിൽ കൈവീശി ആഞ്ഞടിച്ചു. അടി കൊണ്ടാൽ അവൾ തലകറങ്ങി വീഴുമായിരുന്നു. പക്ഷേ ആ കൈ മറ്റൊരു കരുത്തുറ്റ കൈയിലമർന്നു. ആരാടാ നീ? രാജൻ ബാബു വിജയനെ നോക്കി മുരണ്ടു. പോർട്ടർ. അയാളുടെ കണ്ണുകളിൽ നോക്കി വിജയൻ പുഞ്ചിരിച്ചു. നിനക്കെന്താടാ ചന്തേ ഇവിടെ കാര്യം? രാജൻ ബാബു ക്ഷോഭത്തോടെ കൈകുടഞ്ഞു. പക്ഷേ വിജയൻ വിട്ടില്ല. ചന്തകളല്ലേ ചന്തകളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? വിജയൻ ചോദിച്ചു. ഒരു പെണ്ണിനെ പട്ടാപ്പകൽ പിടിച്ചുകൊണ്ടുപോകുന്ന ചന്തകളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. വിജയൻ അയാളുടെ കയ്യിൽ ബലമായി പിടിച്ചു താഴ്ത്തി. അല്പം മാറി നിന്ന് കിതയ്ക്കുകയായിരുന്നു ദീപ. അടിക്കട ആ റാസ്കലിനെ, ഫ്രാൻസിസ് കൈലാസിനോട് പറഞ്ഞു. നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നടാ കഴിവേറി. കളിക്കുന്നോ നീ? കൈലാസ് വിജയന്റെ നേരെ പാഞ്ഞു വന്ന് മുഷ്ടികൊണ്ട് ആഞ്ഞടിച്ചു. ഒരു നിമിഷം കൊണ്ട് വിജയൻ രാജൻ ബാബുവിനെ വലിച്ചു മാറ്റി ഇടി തടുത്തു. മുഖത്ത് ഇടിയേറ്റ രാജൻ ബാബു നിലവിളിച്ചു പോയി. അയാളുടെ വായിൽ നിന്ന് ചോര ഒഴുകി. തന്റെ ലക്ഷ്യം തെറ്റിയത് കണ്ട് കൈലാസം പകച്ചു. അയാൾ വീണ്ടും വിജയനെ ആക്രമിച്ചു. രാജൻ ബാബുവിനെ വിട്ടിട്ട് വിജയൻ കൈലാസിന്റെ കയ്യിൽ പിടിച്ചു തിരിച്ചു. പോലീസ് സൂപ്രണ്ടിന്റെ മകനല്ലേ നീ? പെണ്ണുങ്ങളെ ഉപദ്രവിക്കാനുള്ള ലൈസൻസ് അച്ഛൻ നിനക്ക് തന്നിട്ടുണ്ടോ? കൈലാസിന് മിണ്ടാൻ കഴിഞ്ഞില്ല. ഈ കൈകൊണ്ടാ നീ കാളിദാസനെ തല്ലിയത് അല്ലേ? വിജയൻ അയാളുടെ കൈ തിരിച്ചു. കൈലാസ് പുളഞ്ഞുപോയി. പകലന്തിയോളം പണിയെടുക്കുന്ന ഓട്ടോക്കാരൻ ചെറ്റ. തന്തയുടെ പേര് പറഞ്ഞ് പോക്രിത്തരം കാണിക്കുന്ന നീയൊക്കെ മാന്യൻ. കാളിദാസൻ അയാളെ പകയോടെ നോക്കി. പെട്ടെന്ന് ഫ്രാൻസിസ് കൈലാസിനെ രക്ഷിക്കാനായി വന്നു. അടുത്ത നിമിഷം കൈലാസും ഫ്രാൻസിസും ഇടിയേറ്റ് തെറിച്ചുപോയി. അപ്പോൾ രാജൻ ബാബു വിജയനെ പിന്നിൽ നിന്ന് ഇടിച്ചു. ഇടിച്ച കൈ മടങ്ങിപ്പോകുന്നത് ദീപ കണ്ടു. വിജയൻ അയാളുടെ നേരെ തിരിഞ്ഞു. രാജൻ ബാബു ഒന്ന് പരുങ്ങി. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് വിജയൻ പറഞ്ഞു, ഇത് പെണ്ണുങ്ങളെ തടയുന്ന കൈയല്ല, കിൻഡൽ ചാക്ക് പിടിക്കുന്ന കയ്യാ. ഒരിടി. രാജൻ ബാബു വാനിനകത്ത് കടന്നു. അപ്പോഴേക്കും ഫ്രാൻസിസും കൈലാസും എത്തിക്കഴിഞ്ഞിരുന്നു. ശക്തമായ ആക്രമണത്തിനായി അവർ ഇരുവശത്തും നിന്നു. വിജയൻ യൂണിഫോം ഷർട്ട് ഊരി ഓട്ടോയുടെ മുകളിലേക്കിട്ടു. ഇത് വിലയുള്ളതാ. വിജയന്റെ ദേഹത്തെ വിയർപ്പ് വെയിലേറ്റ് തിളങ്ങുന്നത് ദീപ കണ്ടു. രണ്ട് കരുത്തന്മാരുടെയും ആക്രമണം അയാൾ നേരിട്ടു. 4-5 നിമിഷങ്ങൾ. എല്ലാം പെട്ടെന്നായിരുന്നു. കൈലാസും ഫ്രാൻസിസും റോഡിൽ കിടന്ന് ഞരങ്ങി. അവരുടെ ഷർട്ടുകൾ കീറി തൂങ്ങിക്കിടന്നു. ഇനി തല്ലരുതെന്ന് ഫ്രാൻസിസ് ആംഗ്യം കാണിച്ചു. ഇത് കാളിദാസനെ തല്ലിയതിന് വിജയൻ അവരോട് പറഞ്ഞു. കുറവാണെന്ന് കരുതിക്കോ. ഇവൻ ടൗണിൽ ചെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരുടെ പടയിങ്ങി വരും. പിന്നെ നീയൊന്നും ബാക്കി കാണില്ല. നിങ്ങളുടെ വാനും പത്രാസമൊക്കെ അവർക്ക് പുല്ല. ആരും ഒന്നും പറഞ്ഞില്ല. വിജയൻ ഷർട്ടെടുത്ത് തോളിലിട്ട് ദീപയുടെ നേരെ തിരിഞ്ഞു. താങ്ക്സ്, അവൾ ഉമിനീരിറക്കിക്കൊണ്ട് പറഞ്ഞു. അത് നിന്റെ അമ്മാവനെ കൊണ്ടുപോയിക്കൊടു, വിജയൻ പറഞ്ഞു. ദീപ വല്ലാതായി. വിജയൻ നിർദ്ദേശിച്ചു. നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഓട്ടോയിൽ കയറിക്കോ, അല്ലെങ്കിൽ ഇവന്മാരുടെ കൂടെ പൊയ്ക്കോ. ദീപ വേഗം ഓട്ടോയിൽ കയറി. അവളെ കൊണ്ടുവിട് കാളിദാസ. വിജയൻ വരുന്നില്ലേ? കാളിദാസൻ ചോദിച്ചു. ഇവള് കയറിയ വണ്ടിയിൽ ഞാനില്ല, നീ പോ.
കാളിദാസൻ ഓട്ടോയിൽ കയറി. ഓട്ടോ പോകുന്നത് വാനിൽ പിടിച്ചു നിന്ന് രാജൻ ബാബുവും കൂട്ടുകാരും കണ്ടു. വിജയൻ അവരെ ശ്രദ്ധിക്കാതെ സൈക്കിളിൽ കയറിപ്പോയി. ദീപ പറഞ്ഞ വഴിയിലൂടെ കാളിദാസൻ ഓട്ടോ തിരിച്ചു. അമ്പാടി എന്നെഴുതിയ വലിയ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, അകത്തേക്ക് പൊയ്ക്കോ. അകത്ത് വൃക്ഷങ്ങൾ നിറഞ്ഞൊരു പറമ്പും കൊട്ടാരം പോലെ പഴയൊരു വീടും അയാൾ കണ്ടു. ബാക്കി ഭാഗം നാളെ.